ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ 24-ാം തീയതി ജനുവരി 24, 2026 നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് പേര് എഴുതിയ എക്സാം ആയിരുന്നു. അത്യാവശ്യം നല്ല നിലവാരം പുലർത്തുകയും ചെയ്തു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമുക്കതിൻ്റെ പ്രതീക്ഷിത കട്ട് ഓഫും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാലോ. അപ്പോൾ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ 2 കാറ്റഗറി ആയിരുന്നു. ഒന്ന് 316/2025 ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ NCA ഫോർ ലാറ്റിൻ കത്തോലിക് ഓർ ആംഗ്ലോ ഇന്ത്യൻ. ഇത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. അതുപോലെ 360/2025 ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അല്ലേ. അപ്പോൾ ഈ 2 ഇതിലേക്കാണ് ഇപ്പോൾ പരീക്ഷ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ എക്സാം നടന്നിരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം 1,89,965 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ ടൈറ്റായൊരു എക്സാം ആയിരുന്നു. കൂടാതെ 4,242 പേരാണ് മറ്റേ ഏതിൽ വരുന്നത്, നമ്മുടെ NCA ഫോർ ലാറ്റിൻ കത്തോലിക് ഓർ ആംഗ്ലോ ഇന്ത്യനിലും വരുന്നത്. അങ്ങനെ എക്സാം അത്യാവശ്യം എന്താണ്, ഒരുപാട് പേര് എഴുതിയ എക്സാമാണ്. അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നല്ല നിലവാരമാണ് നമ്മൾ പുലർത്തിയിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്താണ്, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു അത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒന്ന് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. കൂടുതലായിട്ട് നമ്മുടെ ഹിസ്റ്ററി, അതുപോലെ ജിയോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മുടെ സമയം കുറച്ച് ലാഗ് ആവും, എങ്ങനെ അത് വായിച്ച് ഇതാക്കി പോകുമ്പോൾ. അപ്പം നിങ്ങളിത് നേരത്തെ പഠിച്ച് പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ സ്പീഡ് ആൻഡ് ആക്യുറസി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിന് കറസ്പോണ്ടൻസ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ പ്രിപ്പയർഡ് ആയ ആൾക്കാർക്കാണെങ്കിൽ ഈ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള എക്സാമാണ്. പക്ഷേ എന്താണ്, നമ്മൾ പരീക്ഷയ്ക്ക് തലേന്ന് പഠിക്കുന്നവരെ സംബന്ധിച്ച് എന്താണ്, ഇത് നമ്മൾ അല്പം കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ ഈ ഒരു മേഖല. ഇനി കറണ്ട് അഫയേഴ്സ് എടുത്താലോ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 2024-25 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ കറണ്ട് അഫയേഴ്സും വളരെ മികച്ച നിലവാരം തന്നെ പുലർത്തിയിട്ടുണ്ട്. പിന്നെ സയൻസ് ആൻഡ് മാത്സ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സയൻസിലെയും മാത്സിലെയും മുഴുവൻ മാർക്കും എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന സെഷൻസിൽ അല്ലേ, അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടിരുന്നത്, PYQs മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഫുൾ മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നിലവാരം പുലർത്തിയൊരു എക്സാം തന്നെയാണ്. സയൻസ് ആണെങ്കിലും നമ്മുടെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണെങ്കിൽ വളരെ ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എത്രയാണ്, ഇപ്പോൾ 65-ന് മുകളിൽ മാർക്ക് നേടിയവരാണെങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം അല്ലേ, ഇനി ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 65 മാർക്കിന് മേലോട്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എന്ത് ചെയ്യുക, നമുക്കറിയാം എല്ലാ സെഷൻസും എന്തൊക്കെയുണ്ട് നമുക്കറിയാം. 100 meters റൺ, അതുപോലെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, 200 meters റൺ, ത്രോയിങ് ദ ത്രോ ബോൾ, ഷട്ടിൽ റേസ്, സ്കിപ്പിംഗ്, ഇത്രയാണുള്ളത്. ഇതിൽ 5 ഇവൻ്റെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ ഇന്ന് തൊട്ടേ തുടങ്ങുക. കാരണം 65-ന് മുകളിലുള്ളവർക്കാണെങ്കിൽ അത് സേഫാണ്. പിന്നെയോ PSC പ്രതീക്ഷിത കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ്, ബിറ്റ്വീൻ ഒരു 58-നും 63-നും ഇടയ്ക്കായിരിക്കും നമുക്ക് PSCയുടെ ഒരു കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കൊരു 58 to 63 അതായിരിക്കും നമ്മുടെ പ്രതീക്ഷിത കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒന്ന് അറിയായിരിക്കും, 2 അറിയില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, എറേഴ്സ് വരും. അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊഫഷണൽ ആൻസർ കീ വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ബിലോ 58-ന് താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. കാരണം എന്താണ്, 2026 നിങ്ങൾക്ക് ഒരു പ്രതീക്ഷിത വർഷം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഫോക്കസ് ചെയ്യാം. നമുക്ക് കമ്പനി ബോർഡ് LGS ഉണ്ട്, VFA ഉണ്ട് അല്ലേ, അതുപോലത്തെ പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഒരു മടിയും കൂടാതെ നല്ല രീതിയിൽ പഠിക്കുക. മിൻറ്റ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെയുണ്ട്. അപ്പോൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പിൽ അതിൻ്റെ ബാച്ച് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്കത് ജോയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെയോ നമുക്ക് ഈ ഒരു പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഹിസ്റ്ററി ആണെങ്കിലും GK സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ആണ്. അതുപോലെ
നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന, അതും നമുക്ക് എളുപ്പമാണ്. എന്നിരുന്നാൽ പോലും നമുക്കൊരു 50-50 ചാൻസ് ആണ്. സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും എന്താണ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതുപോലെ ഇംഗ്ലീഷും മലയാളവും നമ്മൾ PYQs ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സെക്ഷനും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, നമുക്കൊരു 65 മുകളിൽ മാർക്കുള്ളവരാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഒരു 50 ബിറ്റ്വീൻ 50 തൊട്ട് 55 വരെയുള്ള കുട്ടികളാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ചെയ്യുക, ഇതിലൊന്നും പതറാതെ അടുത്തൊരു ഘട്ടത്തിലേക്ക്, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠനം നടത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, അതിന് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ കമ്പനി ബോർഡ് LGSൻ്റെ ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.